ഗസ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട അന്തിമ കരാർ ഉടനെന്ന് സൂചന. ഹമാസ് ഇസ്രായേൽ സംഘങ്ങളും മധ്യസ്ഥ രാജ്യങ്ങളും ദോഹയിൽ അവസാനവട്ട ചർച്ചയിലാണ്. ദോഹയിലെത്തിയ ഹമാസ് സംഘവുമായി ഖത്തർ അമീർ ചർച്ച നടത്തി കരാർ യാഥാർത്ഥ്യമാക്കാൻ US പ്രസിഡന്റ് ജോ ബൈഡനും സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. അതേസമയം ഗസയിൽ ഇസ്രായേൽ കൂട്ടക്കുരുതി തുടരുന്നുണ്ട്. 5 ഇസ്രായേൽ സൈനികരെ ഹമാസ് വധിച്ചു. മുജീബ് റഹ്മാൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദ വിവരങ്ങൾ നൽകും. മുജീബ്, എല്ലാ കണ്ണുകളും ദോഹയിലേക്കാണ്. ഇപ്പോൾ നടക്കുന്ന സമാധാന നീക്കങ്ങൾ എത്ര കണ്ട് പ്രത്യാശ പകരുന്നതാണ് മുജീബ്? ഇസ്രായേലിൻ്റെ ഒരു നിലപാട് എന്താണ് ഏറ്റവും ഒടുവിലത്തെ സമാധാന ഉടമ്പടികളോട്? സൈഫുദ്ദീൻ, ഏതാണ്ട് 16 മാസത്തോളമായി തുടരുന്ന ഗസയ്ക്ക് മേലുള്ള ഇസ്രായേലിൻ്റെ ആക്രമണം അത് അവസാനിക്കാൻ പോകുന്നു എന്നുള്ള സൂചനകൾ തന്നെയാണ് ദോഹയിൽ നിന്ന് ഏറ്റവും അവസാനമായി വരുന്നത്. ദോഹയിൽ ഇപ്പോൾ മധ്യസ്ഥ രാജ്യമായ ഖത്തർ, അതോടൊപ്പം തന്നെ അമേരിക്ക, ഹമാസ്, ഇസ്രായേൽ ഇവർക്കിടയിൽ രൂപപ്പെടുന്ന ഒരു ധാരണയാണ്. ഇതനുസരിച്ച് ഇപ്പോൾ ഘട്ടം ഘട്ടമായി വെടിനിർത്തൽ നടപ്പിലാക്കുക എന്നൊരു ധാരണയിലേക്കാണ് എത്തുന്നത്. അവസാന വട്ട ഈ വെടിനിർത്തൽ കരാറിൻ്റെ അവസാന ഡ്രാഫ്റ്റ്, അതിൻ്റെ ഒരു കരടാണ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതനുസരിച്ച് ഇരുകൂട്ടരും ധാരണയിൽ എത്തിയിരിക്കുന്നു. എന്നാൽ അത് ഔദ്യോഗികമായുള്ള ഒരു പ്രഖ്യാപനം മാത്രമാണ് ഇനി വരേണ്ടിയിരിക്കുന്നത്. ഇതനുസരിച്ച് ഘട്ടം ഘട്ടമായി വെടിനിർത്തൽ നടപ്പിലാക്കുമെന്ന് പറയുമ്പോൾ അത് 3 ഘട്ടമായിട്ടായിരിക്കും വെടിനിർത്തൽ നടപ്പിലാക്കുക എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിൽ ആദ്യഘട്ടത്തിൽ 30 ബന്ദികളെ മോചിപ്പിക്കും. സ്ത്രീകളും കുട്ടികളും അതുപോലെ തന്നെ പ്രായമുള്ളവരും ഉൾപ്പെടെയുള്ള 30 ബന്ദികളെ ഹമാസ് മോചിപ്പിക്കും. ഇതിന് പകരമായി 50 തടവുകാരെ, അതായത് ഈ ഹമാസിൻ്റെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടവർ ഉൾപ്പെടെയുള്ള 50 തടവുകാരെ ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കും എന്നുള്ളതാണ് ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഫിലാഡൽഫിയ ഇടനാഴിയിൽ നിന്ന് പൂർണ്ണമായും ഇസ്രായേൽ പിന്മാറുക എന്നുള്ളതാണ്. അതിനുശേഷം 2ാം ഘട്ടത്തിലേക്ക് വരുമ്പോഴും ഇതുപോലെ തത്തുല്യമായ രീതിയിൽ ബന്ദികളെ മോചിപ്പിക്കുക എന്നുള്ളതാണ്. 251 ബന്ദികളിൽ ഇപ്പോൾ 94 പേർ ഹമാസിൻ്റെ കൈവശമുണ്ട്. അവരെ കൈമാറും എന്നുള്ളൊരു ധാരണയാണ്. ഇത് സംബന്ധമായി വ്യക്തമായ കണക്കുകളും മറ്റും ഇനിയും പുറത്തേക്ക് വരേണ്ടതുണ്ട്. ഇസ്രായേലി മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളുമാണ് ഇത്തരത്തിലുള്ള സൂചനകൾ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ദോഹയിൽ നടക്കുന്ന ചർച്ചയിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രതിനിധിയും അതുപോലെ തന്നെ അമേരിക്കയുടെ സുരക്ഷാ ഉപദേഷ്ടാവിൻ്റെ പ്രതിനിധികളുമെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ ഇതൊരു വെടിനിർത്തലിലേക്ക് നീങ്ങുന്നു എന്നുള്ള സൂചനയാണ് നൽകുന്നത്. ഈ മാസം 20-ന് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ ഏൽക്കാനിരിക്കെയാണ് ഇങ്ങനെ ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ഇരുകൂട്ടർക്കും അക്കാര്യത്തിൽ ചില വ്യവസ്ഥകളുണ്ടായിരുന്നു. നമുക്കറിയാം, ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുമ്പോഴൊക്കെയും ഇസ്രായേൽ മുന്നോട്ട് വെച്ചിരുന്നത് താൽക്കാലികമായ ഒരു വെടിനിർത്തൽ എന്നൊരു ആശയമായിരുന്നു. പക്ഷേ പൂർണ്ണാർത്ഥത്തിൽ ഹമാസ് അതിനെ തള്ളുകയായിരുന്നു. അവസാനം പൂർണ്ണമായ ഒരു വെടിനിർത്തലിലേക്ക് വന്നെങ്കിൽ മാത്രമേ ഈ ഒരു കരാർ യാഥാർത്ഥ്യമാകൂ എന്ന നിലപാട് ഹമാസ് സ്വീകരിക്കുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒരു പൂർണ്ണ വെടിനിർത്തലിലേക്കാണ് വരുന്നത്. പക്ഷേ അത് ഘട്ടം ഘട്ടമായിട്ടായിരിക്കും നടക്കുക. 3 ഘട്ടങ്ങളിലായി വെടിനിർത്തൽ, 3 ഘട്ടങ്ങളിലായി ബന്ദികളുടെ മോചനം എന്ന ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. ഏറ്റവും അവസാനമായി ഗസ തുരുത്തിൽ ഒരു താൽക്കാലിക ഭരണകൂടം, മറ്റൊരു ഭരണകൂടം നിലവിൽ വരിക, ഹമാസിനും ഇസ്രായേലിനും നിയന്ത്രണങ്ങളില്ലാത്ത തരത്തിലുള്ള സ്വതന്ത്രമായൊരു ഭരണകൂടം നിലവിൽ വരിക എന്നൊരാശയം കൂടി ഇതിൻ്റെ ഭാഗമായി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഏതാണ്ട് 1 മില്യൺ 10 ലക്ഷത്തോളം വരുന്ന ഫലസ്തീനികളാണ് ഗസ തുരുത്തിൽ നിന്ന് മാറി താമസിക്കുന്നത്. അവർക്ക് ഗസയിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു അവസരം കൂടി ഈ വെടിനിർത്തലിലൂടെ വരുമെന്നുള്ളതാണ് ഏറ്റവും ശുഭകരമായ കാര്യം.